Hello friends, welcome back to my channel. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കേരള റവന്യൂ റിക്കവറി ആക്ട് 1968 പഠിക്കാം. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റാച്ച്മെന്റ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി പഠിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പ്രൊസീജിയർ ഫോർ അറ്റാച്ച്മെന്റ് ആൻഡ് സെയിൽ ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കേസിൽ ഫസ്റ്റ് ഡിമാൻഡ് നോട്ടീസ് കൊടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. The time allowed for the payment shall not be less than 7 days from the date of service of demand. അപ്പോൾ 7 ദിവസത്തെ മിനിമം 7 days ടൈം കൊടുക്കണം പേയ്മെൻറ്റ് അടക്കാൻ വേണ്ടി. അത് കുറയാൻ പാടില്ല. നോട്ടീസ് കൊടുത്തു കഴിഞ്ഞിട്ട് മിനിമം 7 days പേയ്മെൻറ്റ് കൊടുത്തിരിക്കണം പേയ്മെൻറ്റ് തിരിച്ചടക്കാൻ വേണ്ടി. The attachment of any immovable property shall become effective from the date on which the notice of attachment affixed on the property. അപ്പോൾ നോട്ടീസ് എപ്പോഴാണോ അറ്റാച്ച്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടിയിൽ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയിൽ അഫിക്സ് ചെയ്യുന്നത് ആ ഡേറ്റ് മുതൽ അറ്റാച്ച്മെൻറ്റ് സ്റ്റാർട്ട് ആവും. The collector may at any time during the attachment assume the management of the property is attached. He can appoint any agent on the management of the attachment property. അപ്പോൾ ഇത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളക്ടർ ആയിരിക്കും അതിൻ്റെ മാനേജ്മെൻറ്റ് അസ്യൂം ചെയ്യും. മാനേജ്മെൻറ്റ് നോക്കുന്നത് കളക്ടറാണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് ഹി ക്യാൻ അപ്പോയിൻറ്റ് ഏജൻറ്റ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദി അറ്റാച്ച്ഡ് പ്രോപ്പർട്ടി. It is the duty of the agent during the continuance of management to collect rent and profit due on occurring due upon the property. The agent shall keep accounts on receipt and disbursement same per collector. അപ്പോൾ ഈ സെയിം പറയുന്നത് പോലെ ഏജൻറ്റിൻ്റെ ഒരു ഡ്യൂട്ടിയാണ് ആ സമയത്തുള്ള മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടി ഏജൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. The defaulter shall be at liberty to inspect accounts at reasonable times and to take copies of the same with own expense without fee. അപ്പോൾ ഡീഫോൾട്ടറിന് ആ സമയത്ത് എപ്പോൾ നമ്മുടെ അക്കൗണ്ട്സ് വേണമെങ്കിൽ എടുക്കുക, അതിൻ്റെ ഫോട്ടോ കോപ്പി ഒക്കെ എടുക്കുക, അത് ഫീസൊന്നും നടക്കണ്ട. വേറെ ഡിഫോൾട്ട് ട്രാൻസ്ഫർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു എ നിയർ റിലേറ്റീവ് ഓർ ഗ്ലോസറി ഇൻഎഡ്യൂക്കേറ്റ് കൺസിഡറേഷൻ ടു എസ്കേപ്പ് ഫ്രം അറ്റാച്ച്മെന്റ്. കളക്ടർ ഓതറൈസർ ഓഫീസർ വിൽ പ്രൊസീഡ് ടു അറ്റാച്ച് സെയിൽ ഓഫ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ഇഫ് ഇറ്റ് ട്രാൻസ്ഫർ ആർ നോട്ട് ടേക്ക് പ്ലേസ്. അപ്പോൾ ഈ റവന്യൂ റിക്കവറി സമയത്തിൻ്റെ കേസിൽ വേണമെങ്കിൽ ഡിഫോൾട്ടർ ചിലപ്പോൾ നിയർ റിലേറ്റീവുടെ പേരിലേക്കോ അല്ലെങ്കിൽ ഇൻഎഡ്യൂക്കേറ്റ് കൺസിഡറേഷന് മേലിൽ ആ പ്രോപ്പർട്ടി ചിലപ്പോൾ വിറ്റ് കളയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കളക്ടർക്ക് അത് തിരിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇവിടെ നിയർ റിലേറ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഹസ്ബൻഡ്, വൈഫ്, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, സൺ, ഡോട്ടർ, സ്റ്റെപ്പ് ഡോട്ടർ, അങ്കിൾ, ആൻറ്റി, സൺ ഇൻ ലോ, ഡോട്ടർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, നെഫ്യൂ ഓർ നൈസ് ഓഫ് ദി ട്രാൻസ്ഫർ. അപ്പോൾ ഇത്രയും ആൾക്കാരും റിലേറ്റീവ് ആയിട്ടാണ് കൂട്ടിയിരിക്കുന്നത്. Payment by tenants. All such payments made after attachment or made before were actually due shall be null and void against the government. അടുത്തത് if within 14 days from the date of attachment of any more property any objection is made in writing any person other than defaulter to the attachment, officer conducting the inquiry find the attachment is untenable, he shall forfeit the direct and release the property. ഇപ്പോൾ നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് നടത്തി. അപ്പോൾ വിത്തിൻ 14 ദിവസത്തിലേക്ക് വേറൊരു തേർഡ് പാർട്ടി വന്ന് പറയുകയാണ് ഈ അറ്റാച്ച്മെൻറ്റ് പ്രോപ്പർട്ടി ഇദ്ദേഹത്തിൻ്റെ അല്ല, അത് ഫോൾസ് ആയിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓഫീസറിന് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുക, ഒബ്ജക്ഷൻ കൊടുക്കുക. അങ്ങനെ ആണെങ്കിൽ ഓഫീസർ അത് റിലീസ് ചെയ്ത് കൊടുക്കും. അടുത്ത കേസാണ് പേയ്മെൻറ്റ് ബൈ ടെനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾ സച്ച് പേയ്മെൻറ്റ്സ് മെയ്ഡ് ആഫ്റ്റർ അറ്റാച്ച്മെൻറ്റ് ഓർ മെയ്ഡ് ബിഫോർ ദേ ആർ ആക്ച്വലി ഡ്യൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾക്ക് പൈസ കൊടുക്കുകയാണ്, പക്ഷേ അത് ഡ്യൂ ആണെങ്കിൽ മുമ്പ് കൊടുത്തു അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കൊടുത്തു, അതെല്ലാം നൾ ആൻഡ് വോയിഡ് ആയിരിക്കും. ആ പൈസ റിട്ടേൺ എടുക്കാനുള്ള അധികാരമുണ്ട്. അടുത്തത് പ്രൊസീജിയർ നോക്കാം. ഫസ്റ്റ് ദ സെയിൽ ഷാൽ ബി ഇൻ ദ പബ്ലിക് ഓപ്ഷൻ ടു ദ ഹയസ്റ്റ് ബിഡർ. അപ്പോൾ ആരാണോ ഹയസ്റ്റ് ബിഡ് ചെയ്യുന്നത് അവർക്കായിരിക്കണം ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത്. ദ ഇഷ്യൂ ഓഫ് നോട്ടീസ് ദെയർഓഫ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ആൻഡ് ഓൾസോ ഇൻ ദ ലാംഗ്വേജ് ഓഫ് ദി ലൊക്കാലിറ്റി. അപ്പോൾ ഈ നോട്ടീസ് ഇംഗ്ലീഷിലായിരിക്കണം, മലയാളത്തിലായിരിക്കണം, അല്ലെങ്കിൽ ഏതാണ് ലൊക്കാലിറ്റി ലാംഗ്വേജ് അതായിരിക്കണം. അപ്പോൾ ഈ നോട്ടീസിനകത്ത് നെയിം ഓഫ് ദി ഡിഫോൾട്ടർ പറയണം, എത്ര ലാൻഡ് ഉണ്ടെന്നുള്ളത് പറയണം, എമൗണ്ട് ഓഫ് റവന്യൂ എത്രയെന്ന് പറയണം, പബ്ലിക് റവന്യൂ എത്രയെന്ന് പറയണം, ആൻഡ് ടൈം, പ്ലേസ് ആൻഡ് കണ്ടീഷൻ ഓഫ് സെയിൽ, ടൈം ഓഫ് പ്ലേസ് എപ്പോഴാണ് സെയിൽ നടത്തുന്നതെന്ന് പറയണം. ദ നോട്ടീസ് ഷാൽ ബി ഡ്യൂലി സെർവ്ഡ് ആൻഡ് പബ്ലിഷ് അറ്റ് ലീസ്റ്റ് 30 days ബിഫോർ ദ സെയിൽ. അപ്പോൾ സെയിലിൻ്റെ 30 ദിവസത്തിന് മുമ്പെങ്കിലും നോട്ടീസ് അയച്ചിരിക്കണം. A sum of money not less than 15% of the bid amount of the immovable property shall be deposited immediately after auction. അപ്പോൾ ഒരാൾ ഓപ്ഷന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ടോട്ടൽ ഓപ്ഷൻസിൻ്റെ 15% ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം. ബാലൻസ് വിത്തിൻ 30 days അടച്ചിരിക്കണം. അപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ ലേലത്തിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇമ്മീഡിയറ്റ്ലി 15% ഡെപ്പോസിറ്റ്, ടോട്ടൽ 1 ലക്ഷം ആണെങ്കിൽ 15,000 ഡെപ്പോസിറ്റ് ആയിട്ട് അടച്ചിട്ട് ബാക്കി എമൗണ്ട് 30 ദിവസത്തിനുള്ളിൽ അടച്ചിരിക്കണം. അതർവൈസ് ഡെപ്പോസിറ്റ് മണി വിൽ ബി ഫോർഫീച്ചർ. അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ഡെപ്പോസിറ്റർ പോയിട്ട് അത് റീസോൾവ് ചെയ്യും. അടുത്തതാണ്
ഇഫ് ദ ഓപ്ഷൻ ഈസ് അഡ്ജേൺ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓപ്ഷൻ നടത്താൻ തീരുമാനിച്ചു, ആ ഓപ്ഷൻ അന്ന് നടത്താൻ പറ്റിയില്ല, അത് മാറ്റി വെച്ച്. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്തിൻ 60 days ആയിരിക്കണം. ഫ്രം ദ ഫസ്റ്റ് ഓപ്ഷൻ ഓഫ് ഡേറ്റ് നോട്ടീസ് ഓഫ് അഡ്ജേൺ ഷാൽ ബി published in a taluk and village office concerned in the office of the local authority within whose jurisdiction property situated and also on some other conspicuous part of the movable property brought to sale. Otherwise fresh notice shall be served and published if it is a original sale. അപ്പോൾ ഈ അഡ്ജോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് വിത്തിൻ 60 days നടത്തിയിരിക്കണം. അപ്പോൾ അതിൻ്റെ നോട്ടീസ് ഓഫ് അഡ്ജോൺമെൻറ്റ് എല്ലാ താലൂക്കിലും ഇന്ന് പബ്ലിഷ് ചെയ്യുന്ന താലൂക്ക് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ ലൊക്കാലിറ്റി, എല്ലാ ലൊക്കാലിറ്റി ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്രഷ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണം. If there is no bid or if the highest bid is insufficient to cover the said areas and those subsequently acquiring due to up to the end of sale together with interest and cost of process, the officer conducting the sale shall postpone the sale to another day which shall not be later than 60 days from the date of first sale. അപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ ബിഡ് കിട്ടിയില്ല അല്ലെങ്കിൽ ഹയസ്റ്റ് ബിഡ് ഇൻസഫിഷ്യൻ്റ് ആണ്, കവർ ചെയ്യാൻ ഇൻസഫിഷ്യൻ്റ് ആണെങ്കിൽ അത് പോസ്റ്റ്പോൺ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ അത് പോസ്റ്റ്പോൺ ചെയ്യുന്നത് 60 ദിവസത്തേക്ക് കൂടാൻ പാടില്ല. When the property is put up to sale on the date on which it is postponed and if there is no bid, അപ്പോൾ പോസ്റ്റ്പോൺ ചെയ്തിട്ടും ബിഡ് ഇല്ലെങ്കിൽ the officer conducting the sale may purchase the property on behalf of the government and for an amount of 10 paise. അപ്പോൾ ഇത് ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ബിഡ് നടത്തിയിട്ട് അത് വിറ്റ് പോയില്ലെങ്കിൽ ആരാണോ അത് കണ്ടക്ട് ചെയ്യുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ പേരിൽ വാങ്ങും. അത് 10 പൈസ 10 പൈസക്ക് അത് വാങ്ങുമെന്നാണ് ആക്റ്റിൽ പറയുന്നത്. അത് അങ്ങനെയാണ് പറയുന്നത്. ആൻഡ് ഇഫ് ദ ഹയസ്റ്റ് ബിഡ് ഈസ് ഇൻസഫിഷ്യൻറ്റ് ടു കവർ ദ ഏരിയസ് ഓഫീസർ മേ ബിഡ് ഓൺ ദ ബിഹാഫ് ഓഫ് ഗവൺമെൻറ് ഹയർ ദാൻ സച്ച് ബിഡ് ബൈ 10 പൈസ. അപ്പോൾ ഒരു ബിഡ് വിളിച്ചു, പക്ഷേ ആ ബിഡ് കവറായിരുന്നില്ല. നമ്മളിപ്പോൾ ഒരു 1 ലക്ഷമാണ് ഫിക്സ് ചെയ്തത്, പക്ഷേ 90,000ആണ് ഹയസ്റ്റ് ബിഡ് വന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഓഫീസർ ആ എത്രയാണ് ബിഡ് വന്നത് അതിനേക്കാളും 10 പൈസ കൂട്ടി വിളിച്ചിട്ട് അത് ഗവൺമെൻറ്റിൻ്റെ പേരിലാക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അടുത്തതാണ് ടെൻഡർ ഓഫ് അരിയേഴ്സ് ബിഫോർ സെയിൽ. ഇറ്റ് ഷാൽ ബി കോമ്പറ്റൻറ്റ് ടു ദ ഡിഫോൾട്ടർ ഓർ ടു എനി പേഴ്സൺ ആക്ടിംഗ് ഓൺ ബിഹാഫ് ഓർ ക്ലെയിമിംഗ് എനി ഇൻട്രസ്റ്റ് ഇൻ ദ ഇമൂവബിൾ പ്രോപ്പർട്ടി put up for sale to tender to the collector or authorized officer or to the officer conducting the sale the full amount of arrears public revenue due on land with interest thereon, cost of process, and applying writing with the receipt in token of payment to the officer conducting the sale before the commencement of sale to say the proceedings thereupon and the sale shall be stayed. അപ്പോൾ ഈ ഒരു കേസ് ഇപ്പോൾ ടെൻഡർ നടക്കണേക്ക് മുമ്പ് എല്ലാ പൈസയും ഡിഫോൾട്ടർ അതിൽ തന്നെ ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് പ്രോസസ്സ്, ടാക്സ് എമൗണ്ട് എല്ലാം അടയ്ക്കുകയാണെങ്കിൽ ആ ടെൻഡർ സ്റ്റേ ചെയ്യും. ദ സെയിൽ ഷാൽ ബി സ്റ്റേഡ്. Any person owing or claiming an interest in immovable property sold under this act may at any time within 30 days from the date of such sale deposit in the treasury of the taluk in which the immovable property is situated. If there is no treasury in the bank, the nearest treasury, a sum equal to 5% of the purchase money and a sum equal to the arrears of public revenue due on land for which the immovable property was sold together with interest thereon and cost of process and may apply to the collector to set aside the sale. അപ്പോൾ ഈ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണ് ആ പ്രോപ്പർട്ടിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനി പേഴ്സൺ ഓയിങ് ഓർ ക്ലെയിമിങ് ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ഇമൂവബിൾ പ്രോപ്പർട്ടി വിത്തിൻ 30 days ഫ്രം ദ സെയിൽ, 30 ദിവസത്തിനുള്ള സെയിലാണെങ്കിൽ ട്രഷറിയിൽ എ സം ഈക്വൽ ടു 5% ഓഫ് പർച്ചേസ് മണി, ആരാണോ ഹയസ്റ്റ് ബിഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 5%, പിന്നെ സം ഈക്വൽ ടു അരിയേഴ്സ് ഇൻ പബ്ലിക് റവന്യൂ നമ്മൾ ട്രഷറിയിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹത്തിന് അത് റിട്ടേൺ കൊടുക്കും. If such a deposit and application are made within 30 days from the date of the sale, the collector shall pass an order setting aside the sale. അപ്പോൾ ആദ്യം നടത്തിയ സെയിൽ അത് സെറ്റ് അസൈഡ് ചെയ്തിട്ട് ഷാൽ പർച്ചേസറിന് ആ പർച്ചേസ് മണി തിരിച്ചു കൊടുക്കും. ടുഗദർ വിത്ത് 5% ഡെപ്പോസിറ്റ് ബൈ ദ ആപ്ലിക്കൻ്റ്. ഈ 5% എത്രയാണ് ആ പർച്ചേസർ ഡെപ്പോസിറ്റ് ചെയ്തത് ആ പൈസയും വെച്ച് തിരിച്ചു കൊടുക്കും. For that, if more person than one have made deposit and application of the first deposit shall be accepted. ഇപ്പോൾ ഇതുപോലെ 3-4 പേര് ഇതുപോലെ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ ആദ്യം വെച്ചത് അത് അവർക്ക് കൊടുക്കും. അപ്പോൾ അതാണ് ഏതെങ്കിലും ഒരു പേഴ്സണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിത്തിൻ 30 days ഓഫ് സെയിൽ എ സം ഈക്വൽ ടു 5% വെച്ച് പർച്ചേസ് മണി അല്ലെങ്കിൽ എ സം ഈക്വൽ ടു അരിയേഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ ഇത് ഫുൾ അടച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിൽ സെറ്റ് അസൈഡ് ചെയ്തിട്ട് ആ പർച്ചേസർക്ക് ആ 5%ഉം ആ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്ത് ആ പൈസയും തിരിച്ചു കൊടുക്കും. അതാണ് ഇതിനകത്ത് പറയുന്നത്. At any time within 30 days from the date of sale immovable property, the application made to the collector to set sale on ground of some material irregularity mistake. അപ്പോൾ ഇങ്ങനെ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് അതെന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഇറഗുലാരിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളക്ടർ ആ സെയിൽ സെറ്റ് അസൈഡ് ചെയ്തത്
ഒരു പുതിയ സെയിലായിട്ട് മാറ്റും, വീണ്ടും സെയിൽ നടത്തുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു സെയിൽ നടത്തിയിട്ട് 30 ദിവസത്തിനായിട്ട് ഒന്നും ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നില്ലെങ്കിൽ കളക്ടർ അത് കൺഫേം ചെയ്യും. ദ കളക്ടർ ഷാൽ മേക്ക് ആൻ ഓർഡർ കൺഫേം ദ സെയിൽ. ആ ഓപ്ഷൻ സെയിലായിട്ട് തന്നെ കൺഫേം ചെയ്യും ആപ്ലിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ. ഓൺ കൺഫർമേഷൻ പർച്ചേസസ് നെയിം ടു ബി രജിസ്റ്റേർഡ്. അപ്പോൾ കൺഫർമേഷൻ കിട്ടുമ്പോൾ പർച്ചേസറിൻ്റെ പേര് രജിസ്റ്റർ ചെയ്യും. ആഫ്റ്റർ ദ കൺഫർമേഷൻ ഫോംസ് അനുസരിച്ച് കളക്ടർ ഷാൽ രജിസ്റ്റർ ദി ഇമ്മൽ പ്രോപ്പർട്ടി സോൾഡ് ഇൻ ദ നെയിം ഓഫ് ദി പേഴ്സൺ ഡിക്ലെയർ ടു ദ പർച്ചേസർ ആൻഡ് ഷാൽ എക്സിക്യൂട്ട് ആൻഡ് ഗ്രാൻഡ് എ സർട്ടിഫിക്കറ്റ് ഓഫ് സെയിൽ ബിയറിംഗ് സീൽ ആൻഡ് സിഗ്നേച്ചർ ടു ദ പർച്ചേസർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു എക്സിക്യൂട്ട് ചെയ്യും, കളക്ടർ രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. The registration certificate of sale under the Indian Registration Act shall be instituted upon the purchaser request that he may put in possession of the land. അപ്പോൾ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആയിട്ട് പ്രകാരം അത് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും. ഇഫ് ദ ലോഫുൾ പർച്ചേസർ ഓഫ് ഇമ്മൽ പ്രോപ്പർട്ടീസ് റെസിസ്റ്റഡ് ഓർ പ്രിവെൻറ്റഡ് ഫ്രം obtaining the possession of the immobile property purchaser, he can make application within 1 year to the collector regarding it, and collector will do necessary things in the same manner if immobile property had been decreed to the purchaser by a decision of the civil court. 1 year may extend to 2 years if it is satisfied. അപ്പോൾ ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് ആ ഡീഫോൾട്ടർ അത് മാറിക്കൊടുത്തിട്ടില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിത്തിൻ 1 ഇയർ പർച്ചേസ് ചെയ്താൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഈ 1 ഇയർ വേണമെങ്കിൽ 2 ഇയർ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ CRPC ആക്ട് പ്രകാരം എന്താണോ ചെയ്യുന്നത് അതുപോലെ റിക്കവർ ചെയ്ത് പർച്ചേസറിന് കൊടുക്കും. സെയിൽ മേ ബി പോസ്റ്റ്പോൺഡ് ഓൺ ടെൻഡർ ഓഫ് സെക്യൂരിറ്റി. When a defaulter tenders security at any time before the commencement of sale, it shall be lawful for the collector to authorize the officer to accept and postpone the sale for the defaulted property upon such condition until such time he may appoint. In the event of default being made in the performance of such condition, the collector or authorized officer, as the case may be, may sell the property and proceed against the defaulter or against such his security or both. ഇപ്പോൾ ഈ ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഡീഫോൾട്ടർ ഇപ്പോൾ ആ സെയിലിന് മുമ്പ് ടെൻഡർ വിളിച്ചു അല്ലെങ്കിൽ സെക്യൂരിറ്റി അടക്കാമെന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് സെയിൽ പോസ്റ്റ്പോൺ ചെയ്യും. പക്ഷേ പോസ്റ്റ്പോൺ ചെയ്തിട്ട് വീണ്ടും ഡീഫോൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് സെല് ചെയ്യാനുള്ള അവകാശം കളക്ടർക്കുണ്ട്. ഇനി ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അറസ്റ്റ് ഇൻ കേസ് ഓഫ് വിൽഫുൾ ഓർ ഫോർഡൻ നോൺ പേയ്മെൻറ്റ് ഓഫ് ഏരിയേഴ്സ്. A district collector is satisfied that defaulter or his security is willfully withholding payment of the arrear. അപ്പോൾ പൈസ മനഃപൂർവ്വം അടക്കാതിരിക്കുകയാണ്. ഓർ ആസ് ഡിസ്ഹോണസ്റ്റ്ലി ട്രാൻസ്ഫർഡ് എനി പാർട്ട് ഓഫ് ദി പ്രോപ്പർട്ടി ഓർ ബീങ് ഗിൽറ്റി ഓർ ഫ്രോഡുലന്റ് കണ്ടക്ട് ഇൻ ഓർഡർ ടു ഇവേഡ് പേയ്മെൻറ്റ് ഹി മേ ഇഷ്യൂ എ വാറന്റ് ഫോർ അറസ്റ്റ് ഓഫ് ദി ഡിഫോൾട്ടർ. അപ്പോൾ ഫസ്റ്റ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റ് ഇഷ്യൂ ചെയ്യും. നോ സച്ച് വാറന്റ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ സെർവിംഗ് നോട്ടീസ് അപ്പോൺ ഡിഫോൾട്ട് കോളിംഗ് ഹിം ബിഫോർ ദ ഡിസ്ട്രിക്ട് കളക്ടർ അറ്റ് ദ ടൈം ഓഫ് പ്ലേസ്. അപ്പോൾ നോട്ടീസ് കൊടുക്കാതെ അറസ്റ്റിന് ഓർഡർ കൊടുക്കാൻ പാടില്ല. ദ ഡിസ്ട്രിക്ട് കളക്ടർ മേ ബിഫോർ മേക്കിംഗ് ദ ഓർഡർ ഓഫ് ഡിറ്റൻഷൻ ഗ്രാൻഡ് ഹിം ടൈം നോട്ട് എക്സീഡിംഗ് 30 days. അപ്പോൾ 30 ദിവസത്തെ സമയം കൊടുക്കും. ഫോർ ഇൻ ഫർണിഷിംഗ് ദി സെക്യൂരിറ്റി സർട്ടിഫിക്കേഷൻ ഓഫ് ദി ഡിസ്ട്രിക്ട് കളക്ടർ ഇഫ് ദ അരിയേഴ്സ് ആർ നോട്ട് പെയ്ഡ് ബൈ ദ ഡേറ്റ്. അപ്പോൾ 30 ദിവസമായിട്ട് അരിയറൊന്നും അടച്ചിട്ടില്ലെങ്കിൽ ഡിറ്റൻഷൻ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കും. അടുത്തത് എവറി പേഴ്സൺ ഡീറ്റെയിൻഡ് ഇൻ ദ സിവിൽ പ്രിസൺ ഫോർ എ പീരീഡ് വെൻ ദ എമൗണ്ട് ഓഫ് അരിയർ ഡ്യൂ ഫ്രം ഡിഫോൾട്ട് ഡസ് നോട്ട് എക്സീഡ് 500 rupees ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 3 months. അപ്പോൾ എരിയർ 500 താഴെയാണെങ്കിൽ 3 മാസം വരെ തടവാണ്. അല്ലാത്ത കേസിലൊക്കെ 2 വർഷം വരെ തടവ് കിട്ടും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയയാണ്. കാരണം ഒരു റവന്യൂ റിക്കവറി ഗവൺമെൻറ്റിലേക്ക് അടക്കാനുള്ള വെറും നിസ്സാര എമൗണ്ട് 500 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിസ്സാര എമൗണ്ടാണ്. പക്ഷേ 500 രൂപ അടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ 3 മാസം വരെ തടവ് കിട്ടും. അതിൻ്റെ എബോവ് ആണെങ്കിൽ 2 വർഷം വരെ തടവ് കിട്ടും. അടുത്തത് ദ ഡിഫോൾട്ട് ഷാൽ ബി റിലീസ്ഡ് ഫ്രം ഡിറ്റൻഷൻ ഓൺ ദ എമൗണ്ട് മെൻഷൻ ഇൻ ദ വാറന്റ് ഫോർ ദ ഡിറ്റൻഷൻ ഈസ് ബീയിങ് പെയ്ഡ്. അപ്പോൾ ജാമ്യത്തിൽ വിടുമെന്നാണ് പറയുന്നത്. ഡിറ്റൻഷൻ എന്ന് വെച്ചാൽ തടവിൽ നിന്ന് വിടും നമ്മൾ ആ പൈസ മൊത്തം അടച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ദി ഡിഫോൾട്ടർ സീരിയസ് ഇൽനെസ്. അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സീരിയസ് ഇൽനെസ് ആയിരിക്കണം, അല്ലെങ്കിൽ സഫറിങ് ഫ്രം എനി ഇൻഫെക്ഷ്യസ് കണ്ടീജിയസ് ഡിസീസസ് ഓർ എനി അതർ റീസൺസ് റെക്കോർഡ് ബൈ ദ ഡിസ്ട്രിക്ട് കളക്ടർ ഇൻ റൈറ്റിംഗ്. The district collector shall not be arrest or detention in the civil prison of a woman or any person in his opinion is minor or unsound mind. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരു വുമണിനോ അല്ലെങ്കിൽ മൈനറെയോ അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആളെയോ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നല്ലെങ്കിൽ റിലീസ് ചെയ്യണമെങ്കിൽ ആ 2 എക്സൈഡിങ് മാക്സിമം 2 വർഷം വരെ തടവ് കിട്ടും. ആ 2 വർഷത്തിനുള്ളിൽ ഒന്നല്ലെങ്കിൽ പൈസ അടച്ചിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും സിവിയർ ഇൽനെസ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ജയിലിൽ നിന്ന് മോചിപ്പിക്കുകയുള്ളൂ. പക്ഷെ ഒരു വുമണിനോ അല്ലെങ്കിൽ മൈനറെയോ അൺസൗണ്ട് മൈൻഡിനെയോ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം ഇല്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ
100% ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. When the defaulter is arrested or detained in civil prison, sum payable for the substance of the default from the time of arrest until he released shall be in the first instance borne by the government. അപ്പോൾ നമ്മളൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അറസ്റ്റ് ചെയ്ത പീരീഡ് മുതൽ റിലീസ് ചെയ്യുന്ന ടൈം വരെയുള്ള എമൗണ്ട് ഗവൺമെൻറ് വഹിക്കും. അടുത്ത പ്രൊസീജിയർ ഇൻ കേസ് ഓഫ് അറസ്റ്റ്. പ്രൊസീജിയർ നോക്കാം. ദ ഡിസ്ട്രിക്ട് കളക്ടർ ഷാൽ ഇഷ്യൂ അണ്ടർ ദ സീൽ ആൻഡ് സിഗ്നേച്ചർ ഓഫ് ദ വാറന്റ് ഫോർ ദ അറസ്റ്റ് ഓഫ് ദ ഡിഫോൾട്ടർ. അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറാണ് വാറന്റ് ഇഷ്യൂ ചെയ്യുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. Which shall specify the name, amount payable, public revenue, interest thereon, and cost of process, and date on which the public revenue is became payable. The officer charged with the execution of the warrant shall thereupon arrest the defaulter, convey him to the civil prison, and deliver the warrant to the jailer. It shall be sufficient authority him to receive the prisoner. A copy of such a warrant shall be returned by the jailer, who shall forthwith dispatch the original to the officer in charge of prison. അപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടറാണ് വാറന്റ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. അടുത്തത് മോഡ് ഓഫ് എൻഫോഴ്സിംഗ് പേയ്മെൻറ്റ് ബൈ സ്യൂരിറ്റീസ്. ഓൾ ദ റെമഡീസ് പ്രിസ്ക്രൈബ്ഡ് ഓൺ ദിസ് ആക്ട് ഇൻ റെസ്പെക്ട് ഓഫ് ഡിഫോൾട്ടേഴ്സ് പബ്ലിക് റവന്യൂ ഡ്യൂ ഓൺ ലാൻഡ് എക്സെപ്റ്റ് ദ പവർ ഓഫ് അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ ഇൻ ദ പ്രിസൺ. അപ്പോൾ ജാമ്യക്കാരി, സ്യൂരിറ്റി എന്ന് പറയുമ്പോൾ ജാമ്യക്കാരി. അപ്പോൾ ഡിഫോൾട്ടർ അടച്ചിട്ടില്ലെങ്കിൽ ജാമ്യക്കാരുടെ അടുത്തുനിന്ന് റിക്കവറി ചെയ്യാനുള്ള പ്രൊസീജിയർ ഉണ്ട്, എക്സെപ്റ്റ് അറസ്റ്റും ഡിറ്റൻഷനും. അപ്പോൾ ജാമ്യത്തിൽ ഇന്നാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യാനുള്ള അധികാരം ആക്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അടുത്തത് പേയ്മെൻറ്റ് അണ്ടർ പ്രൊട്ടസ്റ്റ്. When proceedings are taken under this act against any person for the recovery of any sum of money due from him, such a person may at any time before the commencement of sale of any property attached in such proceedings pay the amount claimed and at some below the protest signed by him on by authorized agent to the officer issuing the demand or conducting the sale as the case may be, who shall thereupon drop further proceedings for the recovery of money. പേയ്മെൻറ്റ് അണ്ടർ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ഇത് റിക്കവർ ചെയ്യും, ഡ്രോപ്പ് ചെയ്യും, റിക്കവറി പ്രൊസീഡിങ്സ് ഡ്രോപ്പ് ചെയ്യും. അതേ പറഞ്ഞിട്ടുള്ളൂ. അടുത്ത കൊഗ്നിസൻസ് ഓഫ് ക്വസ്റ്റ്യൻ റിലേറ്റിംഗ് ടു ദ റേറ്റ് ഓഫ് പബ്ലിക് റവന്യൂ. നോ സിവിൽ കോഡ് ഷാൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ഓർ ഡിസൈഡ് എനി ക്വസ്റ്റ്യൻസ് അറ്റ് ദ റേറ്റ് ഓഫ് പബ്ലിക് റവന്യൂ ഡ്യൂ ഓൺ ലാൻഡ് പേബിൾ ടു ദ ഗവൺമെൻറ് ഓർ സോസ്റ്റ് എമൗണ്ട് നെസസറി ഫിക്സ് ഓർ ടു ദ ബിഹാഫ് ഓഫ് ദി ഫിക്സ്ഡ് പോർഷൻ ഓഫ് ദി ഡിവിഡൻഡ് ഫീൽഡ്. അത് അറ്റാച്ച്മെൻറ്റ് ഓഫ് സാലറീസ് ആൻഡ് ഡെപ്റ്റ് ഡിഫോൾട്ടേഴ്സ്. ദ സാലറീസ് ആൻഡ് അലവൻസ് ആൻഡ് ഡെപ്റ്റ് ഡ്യൂ ടു ദ ഡിഫോൾട്ടർ മേ ബി അറ്റാച്ച്ഡ് ആൻഡ് raised for the recovery from him for any arrear of public revenue in the manner extended to the realization debt and securities in code of civil procedures. അപ്പോൾ ഒരു സാലറീസ് അലവൻസിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അടുത്ത പവർ ഓഫ് റിവിഷൻ ഓഫ് ബോർഡ് ഓഫ് റവന്യൂ ആൻഡ് ഗവൺമെൻറ്. The board of revenue may either its own motion or on application by any person interested call for any proceedings which has been taken by the collector or revenue authorized in the act man inquiry such cases subject to the provisions of the act may pass such orders as is provided that no order shall be passed under the subsection without previous notice to the party who may affect such order. അപ്പോൾ ഇവിടെ ബോർഡ് ഓഫ് റവന്യൂവിന് അതായത് റിവിഷൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. കളക്ടർ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുത്തിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ സ്വയപ്രകാരമോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബൈ ദ പേഴ്സൺ ഇൻട്രസ്റ്റഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തീരുമാനം ഓർഡർ പാസ് ചെയ്തേക്കുന്നത് റിവേഴ്സ് ചെയ്യാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. The government may either so motive or application by the person interested call for a record any proceedings taken by the board of revenue under the subsection and make any inquiry in such cases. അപ്പോൾ ഫസ്റ്റ് ഒരു കളക്ടർ ചെയ്തതിൻ്റെ റിവിഷൻ ചെയ്യാനുള്ളത് ബോർഡ് ഓഫ് റവന്യൂ, പിന്നെ ബോർഡ് ഓഫ് റവന്യൂക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് സോ മോട്ടീവ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ബൈ ദ പേഴ്സൺ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. The application for revision under section shall be made within 90 days. അപ്പോൾ ഒരു ഓർഡർ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ വെച്ചിരിക്കണം, റിവിഷന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ വെച്ചിരിക്കണം. Provided that board of revenue government as case may be may either it is satisfied that the application prevented from sufficient for making application with. അപ്പോൾ എന്തെങ്കിലും പ്രോപ്പർ റീസൺ ഉണ്ടെങ്കിൽ 90 ദിവസം കഴിഞ്ഞാലും ആപ്ലിക്കേഷൻ അഡ്മിറ്റ് ചെയ്യും. അടുത്തത് പെനാൽറ്റി ഫോർ ഫ്രോഡുലന്റ് കൺവെയൻസ് ഓഫ് പ്രോപ്പർട്ടി ടു പ്രിവെന്റ് അറ്റാച്ച്മെന്റ് ഓർ ഫോർ ഫോഴ്സ് ബീങ് എനി പ്രോപ്പർട്ടി അറ്റാച്ച്ഡ്. Any person who is found guilty of fraudulent conveyance property to prevent the attachment of areas of public revenue due on land, forcibly and cleanly taken away property attached, shall convince him before a magistrate. Punishment with imprisonment for a period may extend to 6 months or fine may extend to 500 rupees. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഫൈൻ 6 മാസം തടവ് അല്ലെങ്കിൽ 500 രൂപ പിഴയോ. അപ്പോൾ ഇത്രയുമാണ് റവന്യൂ റിക്കവറി ആക്ടിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ മനസ്സിലാക്കി പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കാണും നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ. അത് മാത്രം പഠിച്ചാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് ഇത് ഫുള്ള് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. MCQ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിലുള്ള
ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ മാത്രം മതി. ഞാൻ ഈ യെല്ലോ അടിച്ചിട്ടുണ്ട്, യെല്ലോ അടിച്ചിരിക്കണ മാത്രം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ട് പോയാൽ മതി. ബാക്കി നമ്മൾ ഈ യെല്ലോ അടിച്ചിരിക്കണ മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.